വെൽക്കം ടു ലൈഷ് ഡിസൈനർ ഹൗസ്. ഇന്ന് നമുക്ക് ഓണം റിലേറ്റഡ് ഫാബ്രിക്സ് തന്നെയാണ് വീഡിയോയുടെ ഫസ്റ്റ് വരുന്നത് കേട്ടോ. അതിൽ തന്നെ ടിഷ്യൂൽ ഫ്ലോറൽ പ്രിൻ്റുള്ള ഫാബ്രിക്കാണ് ആദ്യം വരുന്നത്. 165 ആണ് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ്. കുർത്തി സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. സാരി വിട്ടാണ് വരുന്നത്. ഇപ്പോൾ സ്കേർട്ടും ധാവണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വളരെ നല്ലതായിരിക്കും. ഇതിന് നമ്മൾ പെയറായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ ബ്രൊക്കേഡ് ഫാബ്രിക്കാണ്. ബ്രൊക്കേഡ് ഫാബ്രിക്കിൻ്റെ റേറ്റ് 180 റുപ്പീസ് പെർ മീറ്റർ. ആൻഡ് ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 165 പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വരുന്നത് ഫ്ലോറൽ ഡിസൈനുള്ള ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കാണ്. ബോട്ടം പാർട്ടിലേക്ക് ഇതേപോലെ വീഡിയോയുടെ ബോർഡറും ത്രൂ ഔട്ട് ഇതേപോലെ പ്രിൻറ്റും വരുന്നുണ്ട്. ഇതിൻ്റെയും റേറ്റ് 165 റുപ്പീസ് പെർ മീറ്റർ ആണ്. അതിന് കോമ്പിനേഷനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന പേർപ്പിൾ ബ്രൊക്കേഡാണ്. അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് 60 റുപ്പീസ് പെർ മീറ്റർ ആണ്. രണ്ട് ഫാബ്രിക്സിനെയും വിഡ്ത്ത് 44 ഇഞ്ചസ് ആണ്. വരുന്നതും കേരള പട്ടുപാവാടയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് ആണ്. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത്. ബോക്സ് ഡിസൈനിലാണ് ആദ്യം വന്നിരിക്കുന്നത്. 44 ഇഞ്ചുള്ള ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് 180 റുപ്പീസ് പെർ മീറ്റർ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ ചെക്സും ലൈൻസും അതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് വീതി കൂടിയ ബോർഡറുമുള്ള ഫാബ്രിക്കാണ്. ടിഷ്യൂ ആണ് ഈ ഫാബ്രിക്കിൻ്റെ ബേസ് വരുന്നത്. 185 ആണ് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു ബ്രൊക്കേഡ് ടൈപ്പ് ഫാബ്രിക്കാണ്. ത്രൂ ഔട്ട് ഇതേപോലെ തന്നെ ഗോൾഡൻ ആൻഡ് ക്രീം ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ബോട്ടം പാർട്ടിലേക്ക് ഒരു ഗോൾഡൻ ബോർഡർ വരുന്നുണ്ട്. റേറ്റ് വന്നിരിക്കുന്നത് 235 റുപ്പീസ് ആണ്. സ്കേർട്ടും ബ്ലൗസും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വളരെ നല്ലതായിരിക്കും. ഈവൻ നമുക്ക് സാരിയായിട്ടും യൂസ് ചെയ്യാം. നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്ലെയിൻ ടിഷ്യൂ സിൽക്ക് ഫാബ്രിക്കാണ്. ഇതിൻ്റെ എൻ പാർട്ടിലേക്ക് ഇതേപോലെ തന്നെ ഗോൾഡൻ സെറി ബോർഡർ വരുന്നുണ്ട്. ജസ്റ്റ് 130 റുപ്പീസ് ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ്. 44 ഇഞ്ചസ് ആണ് വിഡ്ത്ത്. സാരീസിനും സ്കേർട്സിനൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്മോൾ ചെക്സിൻ്റെ ഡിസൈനാണ്. ഇതേപോലെ തന്നെ നമുക്ക് സ്കേർട്ടും സാരീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 210 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ ഈ ഫാബ്രിക്കിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് ധാവണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സ്കാല ബോർഡറോട് കൂടി ഈ ചിനോൺ ഫാബ്രിക് യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് 200 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പട്ടുപാവാട സെറ്റിൻ്റെ ബ്ലൗസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിചിത്ര സിൽക്കിൽ ഫുൾ വർക്ക് വരുന്ന ഫാബ്രിക്കാണിത്. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 250 റുപ്പീസ് പെർ മീറ്റർ ആണ്. 3 കളർ വേരിയൻസിലാണ് നമുക്കിത് കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളത്. സാരി ബ്ലൗസസിനാണെങ്കിലും പട്ടുപാവാട ബ്ലൗസ് അല്ലെങ്കിൽ ധാവണിയായിട്ടൊക്കെ യൂസ് ചെയ്യാനും വളരെ നല്ലതായിരിക്കും. ഫസ്റ്റ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ്. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡാണ്. ആൻഡ് ഫൈനലി വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. 250 ആണ് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ്. നെക്സ്റ്റ് വരുന്നത് ക്യാമ്രിക് കോട്ടൺ ബേസിൽ ഓൾ ഓവർ ഇതേപോലെ ത്രെഡ് ആൻഡ് സീക്വൻസ് വർക്ക് വരുന്ന ഫാബ്രിക്കാണ്. 195 ആണ് ഈ ഫാബ്രിക്കിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. കുർത്തീസൊക്കെ സ്റ്റിച്ച് ചെയ്യാനും ബ്ലൗസസിനും ഇപ്പോൾ ഓണം റിലേറ്റഡ് ആയിട്ട് നമുക്ക് കേരള സാരിയുടെ കൂടെ ബ്ലൗസൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും വളരെ നല്ലതായിരിക്കും. ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത്. ഇതാണ് ഫസ്റ്റ് ഡിസൈൻ വരുന്നത്. നമുക്ക് അടുത്ത ഡിസൈൻസ് കണ്ടു നോക്കാം. നെക്സ്റ്റ് വരുന്നത് റഷ്യൻ സിൽക്കിൽ വരുന്ന ബുട്ട ഡിസൈൻ വരുന്ന ഫാബ്രിക്കാണ്. 44 ഇഞ്ച് തന്നെയാണ് ഈ ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇത് നമുക്ക് സ്കേർട്ടൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ സാരിയായിട്ട് യൂസ് ചെയ്യാനും ബ്ലൗസസിനൊക്കെ എടുക്കാം. ഇത് ഫസ്റ്റ് വരുന്നത് നല്ലൊരു പൈൻ ഗ്രീൻ ഷെയ്ഡാണ്. അതിന് കോമ്പിനേഷനായിട്ട് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ ഇതേപോലെ മൽ കോട്ടൺ ബേസിൽ ത്രെഡ് വർക്ക് വരുന്ന ഫാബ്രിക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നതും 195 റുപ്പീസ് പെർ മീറ്റർ ആണ്. ഇത് നമുക്ക് ഈക്വലി ബ്ലൗസസിനും കുർത്തീസിനും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്ന നല്ലൊരു ഫാബ്രിക്കാണ്. ഫാബ്രിക്കിൻ്റെ അവൈലബിൾ കളേഴ്സ് കണ്ടു നോക്കാം കേട്ടോ. ടീൽ ബ്ലൂ, മെറൂൺ, ബ്ലാക്ക്, നേവി ബ്ലൂ, ഡസ്റ്റി പിങ്ക്. നെക്സ്റ്റ് നമുക്ക് പ്യുവർ മൊഡാൾ ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് കാണാം. ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് 645 ആണ്. നല്ല സോഫ്റ്റ് ഫീലുള്ള ഫാബ്രിക്കാണ്, നിങ്ങൾക്കറിയാമല്ലോ. 44 ഇഞ്ചാണ് സാരി വിട്ടാണ് ഈ ഫാബ്രിക്കിന് വരുന്നത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ പ്രിൻറ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇപ്പം മൊഡാൽ ഫാബ്രിക് നമുക്ക് ബ്ലൗസായിട്ട് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ബോട്ടം പാർട്ടിലേക്ക് നമുക്ക് സാരി ആയിട്ടോ അല്ലെങ്കിൽ സ്കേർട്ടായിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മൽക്കോട്ടൺ ബേസിൽ വരുന്ന ലൈൻസിൻ്റെ ഫാബ്രിക്കാണ്. ഈ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് 145 റുപ്പീസ് പെർ മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് സാരി ബ്ലൗസ് കോംബോ ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്കേർട്ട് ബ്ലൗസ് കോംബോ ആയിട്ടൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ്.
അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മോഡൽ ഫാബ്രിക്കിൻ്റെ അടുത്ത കളക്ഷൻസ് കാണാം. നെക്സ്റ്റ് നമുക്ക് പ്യുവർ പ്ലെയിൻ മോഡൽ ഫാബ്രിക്സും അവൈലബിൾ ആണ്. 44 ഇഞ്ചുള്ള ഈ ഫാബ്രിക് സാരീസിനൊക്കെ വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് 440 റുപ്പീസാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ മൊഡാലിൻ്റെ തന്നെ പ്രിൻറ്റഡ് ബ്ലൗസായിട്ടൊക്കെ പെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. 3 കളർ വേരിയൻസിലാണ് ഈ പ്ലെയിൻ ഫാബ്രിക് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു മഡ് കളറാണ്. പ്ലെയിൻ മോഡൽ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രേയിഷ് ബ്ലാക്ക് ഷെയ്ഡാണ്. 440 ആണ് ഇതിൻ്റെ മീറ്റർ റേറ്റ്. അടുത്തത് വന്നിരിക്കുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റണ്ണിങ് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ്. ഇതിൽ ഏതെങ്കിലും ഒരു ഫാബ്രിക്കിൻ്റെ റിക്വയർമെൻറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാം. അപ്പോൾ അടുത്ത കളക്ഷൻസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.